Hello everyone. Today we are going to deal with the first part of speech, noun, in detail. In the last class we learned about the different parts of speech. What were the different parts of speech that we dealt with? Noun, pronoun, adjective, verb, adverb, preposition, conjunction, and interjections. So today what we are going to deal with is, we are going to deal with the first part of speech, the nouns in detail. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് noun എന്ന part of speechനെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. First of all, what do you mean by a noun? A noun is the name of a person, place, animal or thing. എന്താണ് noun എന്ന് പറഞ്ഞാൽ? ഒരു ആളിൻ്റെയോ, അതായത് ഒരു വ്യക്തിയുടെയോ, ഒരു മൃഗത്തിൻ്റെയോ, ഒരു സാധനത്തിൻ്റെയോ, ഒരു സ്ഥലത്തിൻ്റെയോ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസിനെ കുറിച്ചാണ്. പലതരം നൗൺസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ്. അതിലാദ്യത്തെ നൗൺ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണാണ്. ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് നൗൺ ഇസ് നോൺ ആസ് എ പ്രോപ്പർ നൗൺ. A proper noun means these are the names of particular persons. Proper nouns എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ പേരിനെ, the names of persons or places are known as proper nouns. For example, India, America, Rajendran, Amrita. All these are names. Such names are known as proper nouns. The next kind of noun that we are going to learn is common noun. ആദ്യം proper noun എന്താണെന്ന് പഠിച്ചു. Proper nouns means names of persons and things. അതാണ് proper noun. അതിപ്പോൾ രാജ്യങ്ങളുടെ പേരാവാം, എന്തിൻ്റെയും പേരിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? proper noun. അടുത്തത് common noun. Common noun means a name given in common to a group of persons or things. A name given in common to a group of persons or things or animals of the same kind. അതായത് ഒരേ ഗണത്തിൽപ്പെടുന്ന സാധനങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന പേര്. ഒരു കോമൺ നൗൺ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, പ്രോപ്പർ നൗണിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ, അമേരിക്ക, ഇതെല്ലാം പ്രോപ്പർ നൗൺസിൻ്റെ എക്സാമ്പിളാണ്. ഇതേ ഇന്ത്യ എന്ന വേർഡ് വെച്ച് തന്നെ നമുക്കൊരു കോമൺ നൗണിലേക്ക് എത്താം. ദാറ്റ് ഈസ് India is my country. That is a sentence. India is my country. India എൻ്റെ രാജ്യമാണ്. Here, India is the proper noun and country is the common noun. ഇതിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണും കൺട്രി എന്ന് പറയുന്നത് കോമൺ നൗണുമാണ്. വാട്ട് ഇസ് ദ റീസൺ? ഇന്ത്യ എന്ന് പറയുന്ന പേര് ഒരുപാട് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന് മാത്രമേയാണ് ഉള്ളത്. India is a name assigned to one single country. And there are a number of countries in the world. ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു കൺട്രി മാത്രമാണ് ഇന്ത്യ. അതുകൊണ്ട് കൺട്രി ഇസ് കോമൺ ടു മെനി കൺട്രീസ്. കൺട്രി എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് ഒരുപാട് പല രാജ്യങ്ങളെ നമ്മൾ കൺട്രി എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതിൽ തന്നെ ഓരോ രാജ്യങ്ങൾക്ക് ഡിഫറെൻറ്റ് പേരുകളുമുണ്ട്. Therefore, India is the proper noun and country is the common noun. വേറെ എക്സാമ്പിൾ എന്താ പറയുക? ഒരു ക്ലാസ് എടുക്കുക. ജസ്റ്റ് ഇമാജിൻ എ ക്ലാസ്. ഇൻ ദറ്റ് ക്ലാസ് വിൽ ഹാവ് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. യൂണിഫോം ഇട്ട് ഏതൊരു കുട്ടി ഒരു സ്കൂളിൽ പോയാലും ഹി ഓർ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. എ പേഴ്സൺ വെയറിങ് എ യൂണിഫോം, എ ചൈൽഡ് വെയറിങ് എ യൂണിഫോം ഇസ് കൺസിഡർഡ് എസ് എ സ്റ്റുഡൻറ്റ്. ആൻഡ് വെൻ വി കോൾ വൺ പെർട്ടിക്കുലർ പേഴ്സൺ ബൈ നെയിം, ആ സ്റ്റുഡൻറ്റിൽ അഭിജിത്ത് എന്നൊരു കുട്ടിയുണ്ടെങ്കിൽ ആ അഭിജിത്തിനെ അഭിജിത്ത് എന്ന് ഞാൻ വിളിക്കുമ്പോൾ അഭിജിത്ത് ഇസ് ദ പ്രോപ്പർ നൗൺ ആൻഡ് സ്റ്റുഡൻറ്റ് ഇസ് ദ കോമൺ നൗൺ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസിൽ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? കോമൺ നൗണും പഠിച്ചു, പ്രോപ്പർ നൗണും പഠിച്ചു. ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ലയൺ ഇസ് എൻ ആനിമൽ. ലയൺ is an animal. ഇതിൽ രണ്ട് nouns ഉണ്ട്. We have two nouns in this particular sentence. The first noun is lion and the second noun is animal. Lion is the proper noun and animal is the common noun. Clear? Okay. So these are the two types of nouns. Now we'll move on to the third type of noun, that is collective noun.
What do you mean by a collective noun? A noun which signifies a group is known as a collective noun. A noun which signifies a collection of something is known as a collective noun. For example, ഇനി മലയാളത്തിൽ പറയാം, എന്തിൻ്റെയെങ്കിലും ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും ഒരു ഗ്രൂപ്പിനെ, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ. അത് എന്തിൻ്റെ ആയിരിക്കണം? മറ്റൊരു നൗണിൻ്റെ ഒരു ഗ്രൂപ്പിനെ, വേറെ ഏതെങ്കിലും ഒരു നൗണിൻ്റെ ഒരു ഗ്രൂപ്പിനെ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ലയൺസ്, ഒരു കൂട്ടം സിംഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിംഹങ്ങളെ, ഒരു കൂട്ടം സിംഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് ഈ കൂട്ടം എന്ന വാക്കിന് പകരം ഇംഗ്ലീഷിൽ അതിനെ പറയും പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയും. പ്രൈഡ് ഓഫ് ലയൺസ്, സിംഹങ്ങളുടെ കൂട്ടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡാണ് പ്രൈഡ്. പ്രൈഡ് ഇസ് എ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഗ്രൂപ്പ് ഓഫ് ലയൺസ്. അങ്ങനെ ഓരോന്നിനും പലതരം പേരുകളാണ്, ഓരോ ഗ്രൂപ്പിനും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പ്രൈഡ് ഓഫ് ലയൺസ്. കുറച്ച് കാറുകളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ആർ കാർസ് ഔട്ട്സൈഡ് വിച്ച് ഇസ് ബീങ് പാർക്ക്ഡ്, വീൽ സേ ഫ്ലീറ്റ് ഓഫ് കാർസ്. ഒരു ഗ്രൂപ്പ് ഓഫ് കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ദർ ഇസ് എ ഫ്ലീറ്റ് ഓഫ് കാർസ്. കുറേ തുണികൾ, കുറേ ക്ലോത്ത്സ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വാർഡ്രോബ് ഓഫ് ക്ലോത്ത്സ്. വാർഡ്രോബ് ഓഫ് ക്ലോത്ത്സ്. ഒരുപാട് ബീസ്, ഹണി ബീസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വി വിൽ സേ എ സ്വാം ഓഫ് ബീസ്. എ സ്വാം ഓഫ് ബീസ്. കുറച്ച് ചീട്ടുകളാണെന്നുണ്ടെങ്കിൽ, കാർഡ്സ്, കളിക്കുന്ന കാർഡ്സ്, ഇഫ് ദാറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കാർഡ്സ് ബീങ് പ്ലേസ്ഡ്, വി വിൽ സേ ഇറ്റ് ഇസ് എ പാക്ക് ഓഫ് കാർഡ്സ്. പാക്ക് ഓഫ് കാർഡ്സ്. അങ്ങനെ ഓരോ നൗണിനും അതിൻ്റെ കൂട്ടത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈച്ച് നൗൺ ഹാസ് ഡിഫറെൻറ്റ് നെയിംസ് ഇഫ് ദീസ് നൗൺസ് ആർ പ്ലേസ്ഡ് ടുഗെദർ. സച്ച് നെയിംസ് ആർ നോൺ ആസ് കളക്റ്റീവ് നൗൺസ്. So collective nouns signifies a group of nouns. Another example, flight of stairs. Gang of thieves. കള്ളന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ we'll say a gang of thieves. A class of students. A class of students. So now we'll move on to the next noun. ആദ്യം നമ്മൾ ഏതാ പഠിച്ചത്? Which is a noun that we learned earlier. First one was common noun, then we came to proper noun, then we came to collective noun. And the next type of noun is abstract noun. What do you mean by an abstract noun? Abstract nouns are nothing but feelings, something that we couldn't touch but we could understand. അതായത് നമ്മൾക്ക് മനസ്സിലാവാത്ത, അതായത് തൊട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അത് ഫീലിങ്സ് ആയിട്ടാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള നൗൺസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധത. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഹീ ഈസ് എൻ ഓണസ്റ്റ് മാൻ. ഹീ ഈസ് എൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുമ്പോൾ അതിൽ ഓണസ്റ്റി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ വേർഡ് ഒരു നൗണാണ്. ദാറ്റ് ഈസ്, അതൊരു വികാരമാണ്, അത് മനസ്സിലാക്കേണ്ട ഒരു വികാരമാണ്. ഓണസ്റ്റി, സത്യസന്ധത. That is something that is also regarded as a noun, but it's a feeling. Such nouns that cannot be touched but at the same time that can be understood by the common man is known as abstract nouns. Honesty, bravery. Bravery എന്ന വേർഡ് ഒരു കോമൺ നൗൺ ആണ്. bravery എന്ന വേർഡ് ഒരു abstract noun ആണ്. Not common noun, don't mistake it. Bravery is an abstract noun. Why is bravery regarded as an abstract noun? Bravery, ധൈര്യം, തൻ്റെ ഇടം, ധൈര്യം. It is regarded as an abstract noun. That is because bravery എന്ന ആ ഒരു വികാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. Therefore bravery is regarded as an abstract noun. നമുക്കത് തൊട്ട് നോക്കാൻ പറ്റില്ല. ധൈര്യത്തെ തൊട്ട് നോക്കാൻ പറ്റുമോ? No. പക്ഷേ ആ വികാരം എന്തെന്ന് we can understand it. It is just a feeling. ഇനി that is another speciality for abstract noun. Such nouns can stand alone without the help of another noun. He is a brave soldier എന്ന് പറയുമ്പോൾ അതിൽ brave എന്ന വേർഡ്, bravery എന്ന വേർഡ്, bravery എന്ന പെർട്ടിക്കുലർ വികാരം അതൊരു ഫീലിംഗ് ആണ്, അതൊരു abstract noun-ഉമാണ്. പക്ഷേ he is a brave soldier എന്ന് പറയുമ്പോൾ
ഈ ബ്രേവ് എന്ന വേർഡിനെ നമ്മൾ ആ സെൻറ്റൻസിൽ നിന്ന് മാറ്റി ബ്രേവറി എന്ന് കൊടുത്താലും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. ബ്രേവറി എന്ന വേർഡിന് സ്വന്തമായൊരു അർത്ഥമുണ്ട്. സോൾജിയറിനോട് കൂടെ ചേരുമ്പോൾ മാത്രമല്ല അതിനർത്ഥമുള്ളത്. ദ വേർഡ് ബ്രേവറി ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. ഇറ്റ് ഈസ് നോട്ട് അസൈൻഡ് എ മീനിങ് ബിക്കോസ് ഇറ്റ് ഈസ് combined with the word soldier. Did you get me? So abstract nouns are emotions or feelings that can be understood. At the same time, these abstract nouns has a form of its own. We cannot touch abstract nouns. It's just feelings or emotions. Okay? And the next type of noun is countable noun. Countable nouns means what? It is very clear from the word itself. Countable means something that can be counted. എണ്ണി പറയാൻ കഴിയുന്നത് എന്തും കൗണ്ടബിൾ ആയത് എന്തും കൗണ്ടബിൾ നൗൺസിൽ പെടും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ആർ ബുക്സ് ലൈങ് ഓൺ ദ ടേബിൾ, ഐ ക്യാൻ സേ ദാറ്റ് ദർ ആർ 3 ബുക്സ്, ഐ കൗണ്ടഡ് ഇറ്റ്, ഐ ക്യാൻ കൗണ്ട് ഇറ്റ്. ഇറ്റ് ഇസ് സോളിഡ് ഇൻ നേച്ചർ. സോളിഡ് ആയത് എന്തും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. ദെയർഫോർ അങ്ങനെയുള്ളതിനെ നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നു, എണ്ണാൻ സാധിക്കുന്ന നൗൺസ്. ഫോർ എക്സാമ്പിൾ, കുറച്ച് ബുക്സ് അവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദർ ആർ 3 ബുക്സ് ഓൺ ദ ടേബിൾ, ദർ ആർ 4 ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയാം, since we can count it. So the nouns that we can touch as well as count is known as countable nouns. And the final type of noun, the last noun, the last kind of noun is uncountable nouns. What do you mean by uncountable nouns? നമുക്ക് എണ്ണാൻ സാധിക്കാത്തതും at the same time നൗണായി നിലനിൽക്കുന്നതുമായ സാധനങ്ങളെയാണ് നമ്മൾ uncountable nouns എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മിൽക്ക്, പാല്. മിൽക്ക് എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ പേരാണ്. പക്ഷെ മിൽക്ക് നമുക്ക് എണ്ണാൻ പറ്റുമോ? നോ, വി കുഡൻറ്റ് കൗണ്ട് ഇറ്റ്. മിൽക്ക് ഒരു കുപ്പിയിലോ പല കുപ്പികളിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൗണ്ട് ഇറ്റ്. ഇഫ് ദ മിൽക്ക് ഇസ് poured in different bottles, we can count the number of bottles, but we couldn't count the amount of milk. നമുക്കത് എണ്ണാൻ കഴിയില്ല. Therefore, anything that is in liquid state are uncountable nouns. വേറെ എക്സാമ്പിൾ എന്താ? And uncountable nouns will never have plural forms. അതൊരു പ്രത്യേകതയാണ്. Countable nouns will have plural forms, but uncountable nouns will never have plural forms. Clear? Uncountable nounsൽ ഒരിക്കലും പ്ലൂറൽ ഫോം ഉണ്ടാവില്ല, പ്ലൂറൽ ഉണ്ടാവില്ല, ബഹുവചനം ഉണ്ടാവില്ല അൺകൗണ്ടബിളിന്. ഇത്ര പാല് എന്ന് പറഞ്ഞിട്ട് പാലിനെ നമുക്ക് എണ്ണാൻ കഴിയില്ലല്ലോ. ഇത്ര വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആ ഒഴുക്കി, ഇപ്പം നമ്മൾ പറയാം, യു മൈറ്റ് ഹാവ് എ ഡൗട്ട് ലൈക്ക് 2 liters of water എന്ന് പറയുന്നുണ്ട്. 2 liters of water എന്ന് പറയുന്നത് നമ്മൾ ആ ഒഴിക്കുന്ന കണ്ടെയ്നറിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ കണ്ടെയ്നറിനെയാണ് നമ്മൾ അളക്കുന്നത്, അല്ലേ? ആ വെള്ളം ആ കണ്ടെയ്നറിൽ ഒഴിക്കുമ്പോഴാണ് നമ്മൾ 2 liters എന്ന് പറയുന്നത്. അല്ലാണ്ട് വെള്ളത്തെ നമുക്ക് എണ്ണി അളക്കാൻ കഴിയില്ല. So there are countable nouns and uncountable nouns. Countable nouns will be in solid state and uncountable nouns will be in the liquid form. Clear? So these are the different types of nouns. Which are the different types of nouns that we learned today? ഏതൊക്കെ പഠിച്ചത്? First one is common noun. Common noun ഒരു example ആണ് എന്ത്? Student, animal, thing. അതായത് common nouns will be always an umbrella term. അതിൻ്റെ കീഴിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. Common noun is always an umbrella term and it is a name given in common to every person or thing of the same kind. It is a name given in common to the every person or thing of the same kind. അതാണ് common noun. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ആനിമൽ, പിന്നെ ബേർഡ്, ഇതെല്ലാം കോമൺ നൗൺസ് ആണ്. At the same time, when we say lion is an animal, idile lion is the proper noun and animal is the common noun. When we give a particular name to a common noun, it becomes a proper noun. When we give a particular name to a common noun, it becomes a proper noun. Parrot is a bird. Parrot is the proper noun and bird is a common noun. Shariga is a student. Shariga is the proper noun and student is the common noun. Clear? So common noun കഴിഞ്ഞു, proper noun കഴിഞ്ഞു. Countable nouns means what? Those which can be counted. Then came uncountable nouns. What do you mean by uncountable nouns? That which cannot be counted, and uncountable nouns will never have plural forms. Clear? Countable nouns will have plural forms, whereas uncountable nouns will never have plural forms. And
Countable nouns are those that can be counted and uncountable nouns that can be measured but never counted. ഒരിക്കലും എണ്ണാൻ സാധിക്കാത്തതായിരിക്കും uncountable nouns. And the last kind of noun was abstract noun. Abstract noun. Abstract noun means it is emotions or feelings that cannot be measured. നമുക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിനെ പറയുന്നതാണ് അബ്സ്ട്രാക്റ്റ്. അതൊരു സ്റ്റേറ്റ് കൂടെയാണ്, എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ ഇമോഷൻസ് ഓർ ഫീലിങ്സ്. എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം അബ്സ്ട്രാക്റ്റ് നൗൺസിൽ? നമുക്ക് ഓണസ്റ്റി, സിൻസിയറിറ്റി, ബ്രേവറി, ഇതെല്ലാം അബ്സ്ട്രാക്റ്റ് നൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി അബ്സ്ട്രാക്റ്റ് നൗൺസ്, ആസ് ഐ ടോൾഡ് ഏർലിയർ, ദീസ് നൗൺസ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അതിന് സ്വന്തമായിട്ടൊരു അർത്ഥം ഉണ്ടാവും, അതിനൊറ്റയ്ക്ക് നിൽക്കാനും സാധിക്കും. അതാണ് അബ്സ്ട്രാക്റ്റ് നൗൺസിൻ്റെ പ്രത്യേകത. ബ്രേവ് സോൾജിയർ എന്ന് പറയുമ്പോൾ ബ്രേവ് എന്ന വേർഡിന് ഒറ്റയ്ക്കൊരു അർത്ഥമുണ്ട്. ബ്രേവറി എന്ന നൗൺ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനും കഴിയും. ദാറ്റ്സ് വൈ ദീസ് ആർ നോൺ ആസ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. അത് ക്വാളിറ്റീസാണ്, ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്, ക്വാളിറ്റീസ് കൂടെയാണ്. Qualities are also regarded as abstract nouns. Then the final type of noun that we learned was collective noun. What do you mean by a collective noun? Collective noun means the nouns which specifies or points out to a group of something. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെ, ഇറ്റ് മേ ബി എ ലിവിങ് തിങ് ഓർ എ നോൺ ലിവിങ് തിങ്, ജീവനുള്ള വസ്തുവാവാം ജീവനില്ലാത്തതുമാവാം. ഇറ്റ് ഈസ് സംതിങ് that is, it's a name designated to a group of animals, things. For example, persons nu namukku parayam, there is a crowd over there എന്ന് പറയുമ്പോൾ എന്താ, അല്ലെങ്കിൽ there is a mob, അല്ലെങ്കിൽ there is a crowd എന്ന് പറയുമ്പോൾ, crowd എന്ന് പറയുമ്പോൾ അത് ആളുകളെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. mob എന്ന് പറയുമ്പോഴും അത് ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ കളക്റ്റീവ് നൗൺ. നേരത്തെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ആലോചിക്കുക. എന്തായിരുന്നു? സ്വാം ഓഫ് ബീസ്. സ്വാം ഓഫ് ബീസ് മീൻസ് ഇറ്റ് സിഗ്നിഫൈസ് എ ഗ്രൂപ്പ് ഓഫ് ബീസ്. ആ ഗ്രൂപ്പ് എന്ന വേർഡിന് പകരം നമ്മളവിടെ വെക്കേണ്ട വേർഡ് കളക്ഷൻ ഓഫ് ബീസിനെ നമ്മൾ എന്താ പറയുക? സ്വാം ഓഫ് ബീസ്. അങ്ങനെ ഓരോന്നിൻ്റെ കൂട്ടത്തിനും ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? കളക്റ്റീവ് നൗൺ എന്ന് പറയുക. സ്വാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, പ്രൈഡ് ഓഫ് ലയൺ എന്ന് പറഞ്ഞു. ദെൻ ഐ ടോൾഡ് പാക്ക് ഓഫ് കാർഡ്സ്, വാർഡ്രോബ് ഓഫ് ക്ലോത്ത്സ്, fleet of stairs. What else? There are lot many. A band of musiciansന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? A band of musicians. Pack of cards, pack of wolves എന്നും പറയും. ചെന്നായ്ക്കളുടെ കൂട്ടത്തിനെ പാക്ക് എന്ന് പറയാം, കാർഡ്സിൻ്റെ കൂട്ടത്തെ പാക്ക് എന്ന് പറയാം. There are a lot of collective nouns in English. ഒരുപാടുണ്ട് collective nouns. These are the examples. Then the last type of noun that we learned was countable and uncountable nouns. Countable and uncountable nouns എന്താണെന്ന് ഇനി പറയണ്ടല്ലോ. Those which we can count are known as countable nouns. എണ്ണാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? countable nouns എന്ന് പറയുക. എണ്ണാൻ സാധിക്കാത്തതിനെ നമ്മൾ uncountable nouns എന്ന് പറയും. countable nounsന് സ്വന്തമായിട്ട് പ്ലൂറൽ ഉണ്ടാവും, uncountable nounsന് പ്ലൂറൽ ഫോം ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഇന്നിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺ ഒന്നും കൂടി ഓർക്കുക. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, abstract noun, countable nouns, uncountable nouns, and finally collective nouns. That's all for today's class. Have a nice day.